Once again, welcome back to Kidilen Traveler. നമ്മളിന്ന് മിസൂറിയിൽ റോള എന്ന് പറയുന്ന സിറ്റിയിലാണുള്ളത്. ഇവിടുത്തെ ബെസ്റ്റ് ഹോട്ടലിലാണുള്ളത്. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഹായ് ഐഷ. അപ്പം നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇപ്പോൾ സമയം 10:50 നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു. നമുക്ക് ആ റൂം ഇന്നലെ ഞാൻ കാണിച്ചത്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് മാത്രമാണ് കേട്ടോ ഇവിടെ വലിയ റൂമുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമായിരുന്നു. നമുക്കിത് മൊത്തമായിട്ട് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് സോഫ ബെഡാണ്. 3 പേർക്ക് സുഖമായിട്ട് ഉറങ്ങാം. പക്ഷേ 2 പേര് ഉറങ്ങിയാൽ മതി. നമുക്ക് 2 പേര് ഇവിടെ, 2 പേര് അവിടെ, 2 പേര് അവിടെ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ബാത്റൂമൊക്കെ അവിടെ. റൂം എല്ലാം അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റും കമ്പാരിറ്റീവ്ലി ആ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്കൊരു ഫില്ലിങ് ഫീൽ ചെയ്യും. മറ്റേ നമുക്ക് ആ ബ്രെഡും ടോസ്റ്റൊന്നും കഴിച്ചാൽ നമുക്ക് അത്ര ഒരു തോന്നുമല്ലോ. പാൻ കേക്ക്, സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. റൂം അടിപൊളിയാണ്. എന്താണെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു റൂമാണ് ഇവിടെ. പിന്നെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് 1800 മൈലാണ് നമുക്ക് നമ്മുടെ ലോസ് ആഞ്ചൽസിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് വൈറ്റ് സാൻഡ് നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഗ്രാൻഡ് ക്യാനിയൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിങ്കളാഴ്ച രാവിലെയെങ്കിലും നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ 1800 മൈൽ, ഒരു ദിവസം 900 മൈൽ ഓടിച്ചാലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സാൻഡ് നാഷണൽ പാർക്കും അവോയ്ഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ക്യാനിയനും അവോയ്ഡ് ചെയ്യാണ്. അപ്പം നമ്മളെന്തായാലും നേരെ സ്ട്രെയിറ്റ് ഓടിച്ച് പോകാനുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ബാബുജി എങ്ങനെയുണ്ട്? ടയേർഡായോ? അടിപൊളി. പക്ഷെ ഇവിടെ അടുത്ത് ബ്ലാക്ക് ബെയറിനെ കാണുന്ന ആ പോലീസുകാരൻ പറഞ്ഞു. അതെയോ? അത് ശരി. അപ്പോൾ ഇത് ഫോറസ്റ്റിന്റെ സൈഡായിരിക്കും അല്ലേ? അപ്പൊ അങ്ങോട്ട് ചൂട്ടി കാണിച്ചു. അതെ, ബ്ലാക്ക് ബെയർ ഇവിടെ അടുത്തുണ്ടെന്ന് പറയുന്നത്. അത് ശരി. ഓക്കെ. അതൊരു അടിപൊളിയല്ല. നമുക്ക് ഇവിടേക്കാണെങ്കിൽ കണ്ടാലും കുഴപ്പമില്ല. എടി, ഇവിടെ ബ്ലാക്ക് ബെയർ ഉണ്ടാവുന്ന അടുത്ത്. അപ്പൊ അത് ഒന്നും ചെയ്യില്ലായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ പോവല്ലേ? യെസ്, റെഡി അല്ലേ? മിച്ചി റെഡി അല്ലേ? പോവല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ യാത്ര തുടരാം. ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. പറ്റുവാണെങ്കിൽ ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചെക്ക് ഔട്ട് ചെയ്തിട്ടോ. നമ്മുടെ വണ്ടി റൂമിൻ്റെ ബാക്ക് സൈഡാണിത്. യെസ്, നമ്മുടെ ലഗേജുകൾ മഴ നനഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞത് ഇവിടെ അടിയിലേക്കാണ് കേട്ടോ വെച്ചത്. പിന്നെ നമ്മുടെ ഈ ബാഗ് സെപ്പറേറ്റ് അതിൻ്റെ മേളിൽ സെറ്റാക്കി വെച്ചു. യെസ് ഗൈസ്, പോലെ ഇവിടെ നമ്മൾ അടിപൊളിയാക്കി കേട്ടോ. ഇവിടെ 2 പേർക്ക് കിടക്കാനുള്ള വീതി ഉണ്ട് കേട്ടോ. ഇതെന്താ, അതെ, 2 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പോണ വഴിയിൽ അത്രയും. അവിടെ കുട്ടികളുടെയും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 10:59 ആയോ? അപ്പൊ ഇനി നേരെ കാലിഫോർണിയ അല്ലേ? യെസ്. കാലിഫോർണിയ മിസ് ചെയ്യുന്നുണ്ടോ? ആണോ? ഓക്കെ. എല്ലാവരും കാലിഫോർണിയ മിസ് ചെയ്യാന്നാ പറയണേ. യെസ്, അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇപ്പോൾ US നയാഗ്രയിൽ പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയാഗ്രയിൽ നിന്ന് നയാഗ്ര എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വന്ന് ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഒഹായോ, ഇൻഡിയാന, ഇല്ലിനോയി. നമ്മൾ അങ്ങോട്ട് ഇല്ലിനോയുടെ ഇതിലാണ് പോയത്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് പോകുന്നത്, ഇല്ലിനോയ്. ഇപ്പോൾ നമ്മൾ മിസൂറിയിലെത്തി നിൽക്കുകയാണ്. മിസൂറിയിലെ വലിയ സിറ്റി സെയിൻറ്റ് ലൂയിസ് അതിവിടെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇവിടെ എത്തിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മിസൂരി, ഒക്ലഹോമ, ന്യൂ മെക്സിക്കോ, അരിസോണ, കൂടാതെ ലോസ് ആഞ്ചൽസ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഒരു എന്താ പറയുന്നത്, വൈറ്റ് സാൻഡ് ഡ്യൂൺസ് അല്ല, അതിൻ്റെ പേരെന്തായിരുന്നു? വൈറ്റ് സാൻഡ് നാഷണൽ പാർക്ക് ഇതായി കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 200 മൈൽ ഡീവിയേഷൻ എടുക്കണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ 225 ഉണ്ടാവും. ഒരു 500 മൈൽ വരും. അപ്പോൾ അതിന് നമുക്ക് ഒരു ദിവസം വേണം. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഗ്രാൻഡ് ക്യാനിയൻ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു ഡൈവേർഷൻ എടുക്കേണ്ടി വരുമ്പോൾ സമയം പോകും. ഓൾറെഡി നമുക്ക് 1 ഡേ കാണിക്കുന്നുണ്ടോ. 24 മണിക്കൂർ വേണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നിർത്താതെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ലോസ് ആഞ്ചൽസിലേക്ക് എത്താനായിട്ട്. നിർത്താതെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 10 മണിക്കൂർ ഒരു ദിവസം ഓടിച്ചാൽ 12 മണിക്കൂർ ഒരു ദിവസം ഓടിച്ചാലാണ് 24 മണിക്കൂർ നമ്മൾ ഇവിടെ എത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെയാണ്. ശനി ഞായർ 2 ദിവസം കൊണ്ട് തിങ്കളാഴ്ച രാവിലെയെങ്കിലും നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒന്നും പോകാതെ തന്നെ നേരെ പോകാനായിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഒരു മീറ്റിങ്ങൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോഴും നമ്മൾ 10 ദിവസമാകും ഓൾറെഡി നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോസ് ആഞ്ചലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നയാഗ്രയിലെത്തി. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇവിടെ എത്തുമ്പോൾ 10 ദിവസമാവും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഫ്രണ്ട് ഏരിയ എന്ന് പറയാൻ ഒരു സൈഡ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ നേരെ ഇവിടെയാണ് ഓഫീസ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ. എൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇതുണ്ടല്ലേ, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണോ? ഇതാണ് ബെസ്റ്റ് വെസ്റ്റേൺ എന്നാണ് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ബൈ ബെസ്റ്റ് വെസ്റ്റേൺ. ഇനി നമ്മൾ റോഡിലേക്ക്. അപ്പോൾ റോഡിൻ്റെ ആ ഒരു ഇത് എവിടെ നിൽക്കുന്നതെന്നുള്ളത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാട്ടിലാണെന്നൊരു സംശയം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റോഡ്. യെസ്. മിസൂറിയിലെ നമ്മുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഫ്രീവേയിലേക്കാണെന്ന് ഞാനിപ്പോൾ പറയാം. ഫ്രീവേ 44-ലൂടെയാണ് നമ്മുടെ മിസൂറിയിലെ ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മിസൂരി നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ ഒരു ഭൂപ്രകൃതി, കുന്നും, വെറുതെ പ്ലെയിനായിട്ട് മാത്രമാകുമ്പോൾ നമുക്ക് കാണാൻ ഇത്തിരി ഭംഗി കുറവായിരിക്കുമല്ലോ. ഇത്തിരി കുന്നും ഇറക്കവും വളവും തിരിവൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണാൻ അടിപൊളിയാണ്. നമുക്ക് യാത്രയിൽ സ്പീഡ് ഇത്തിരി കുറയും, പക്ഷെ എന്നാലും കാണാനൊരു ഭംഗിയുണ്ട്. വാപ്പിച്ച് നമ്മൾ കാലിഫോർണിയയിലെത്തുമ്പോൾ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ. പിന്നെ നല്ലൊരു ഫ്രഷ് ഫീലിങ് പലടി. മറ്റേ റോഡൊക്കെ കാണുമ്പോഴും റെസ്റ്റൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്, അതായത് ഒരു പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫീലാണ് ഇപ്പോൾ തോന്നുന്നത്. കാലിഫോർണിയയിൽ നിന്ന് ഈസ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ എല്ലായിടത്തും കണ്ടൊരു സംഭവമുണ്ട്. ഇതുപോലുള്ള ടാങ്കുകൾ എല്ലായിടത്തും. നമ്മളിപ്പം അത് അങ്ങനെ എപ്പോഴും കാണിക്കാത്തതുകൊണ്ടാണ്. എവിടെ ചെന്നാലും ഇതുപോലത്തെ ടാങ്കുകളുണ്ട്. എനിക്കതൊരു വാട്ടർ സപ്ലൈയുടെ ടാങ്കുകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഏരിയയിലേക്കുള്ള വാട്ടർ സപ്ലൈ ഇതിൽ നിന്നാണ് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഈ മരങ്ങളിലേക്ക് മേളിലൊക്കെ നമ്മൾ കുന്നിൻ്റെ മുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കാണാം, കുറേ ടാങ്കുകൾ. ഇപ്പോൾ പറഞ്ഞ വേറൊരു ടാങ്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ടാങ്ക് കാണുന്നത്. അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ദൂരേക്ക് നമുക്ക് റോഡ് കാണാം. പിന്നെ അത് കൂടാതെ നമ്മളിത് ഓടിക്കുമ്പോൾ ഞാൻ കണ്ടോ, ഈ വണ്ടി ഇത്രയും ദൂരം ഓടിക്കാൻ നമുക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, ഞാനിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലേ, കാല് മടക്കി വെച്ച് ഇരിക്കുന്ന, ജസ്റ്റ് സ്റ്റിയറിങ്ങിൽ മാത്രം പിടിച്ചിട്ടുള്ളൂ. ബ്രേക്ക് എന്ന് വിചാരിച്ച് വണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അലേർട്ടാവും, കാലെടുത്ത് വയ്ക്കും. ഇത് ക്രൂയിസ് കൺട്രോളുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു 80-ൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 80-ൽ സെറ്റ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വണ്ടി ഇപ്പോൾ നമ്മളൊന്ന് കൈ വിട്ടു പോയി കഴിഞ്ഞാലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് അറേഞ്ച് ചെയ്തോളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാലും വണ്ടി കറക്റ്റായിട്ട് പോയിക്കോളും. കുറച്ച് നേരം കൈ വിടുമ്പോൾ തന്നെ അവിടെ ഒരു അലേർട്ട് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഇപ്പോൾ ബ്രേക്ക് ആ ഒരു നീല സെൻറ്ററിൽ കാണുന്ന ഭാഗമുണ്ട്. അതായത് ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തോളും. നമ്മൾ ഒരു ഡിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇപ്പോൾ കണ്ട വണ്ടി സ്ലോ ആയി തുടങ്ങി. ഫ്രണ്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് ഇത്രയും ദൂരെ വണ്ടി വരുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി സ്ലോ ആവും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇരുന്ന് സ്റ്റിയറിംഗ് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടല്ലേ, ഇടയ്ക്ക് സ്റ്റിയറിംഗിൽ പിടിച്ചില്ലെങ്കിൽ പുള്ളിക്കാരൻ പ്രശ്നം ഉണ്ടാക്കും, പറയും, പിടിക്കാൻ പറയും. മ്യൂസിക് അപ്പോൾ കണ്ടോ, മ്യൂസിക് കയറില്ല. അപ്പോൾ നമ്മളൊന്ന് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് വിടാറില്ല. സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കണ്ട, ബ്രേക്ക് പിടിക്കണ്ട. തന്നെയല്ലേ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് വണ്ടികളൊന്നും കയറി വന്ന്
ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ കാലിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയാലും ഇപ്പോൾ ആ വണ്ടി അവിടെ ഉള്ളിടത്തോളം നമുക്ക് ഈ വണ്ടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഇടും. നമുക്കിനി സ്പേസ് കൂട്ടണമെങ്കിൽ ഇപ്പം നമുക്ക് ഈ മറ്റ് വണ്ടിയായിട്ടുള്ള സ്പേസ് കൂട്ടണമെങ്കിൽ ഇതാ ഇവിടെ ബട്ടണുണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് ഇടും. ഇപ്പം ഇവിടെ 3 ഇപ്പോൾ ഇവിടെ 3 അടയാളം വന്നിരിക്കുന്നത് കാണാം. ജസ്റ്റ് ഒന്ന് പിടിക്കേണ്ടതാണ് കേട്ടോ. 3 അടയാളം വന്നിരിക്കുന്നത് കാണാം. ആ 3 മറ്റ് കാറിൻ്റെ ബാക്കിൽ 3 അടയാളം കണ്ടു. ആ 3 അടയാളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇടും മറ്റ് വണ്ടിയായിട്ട്. അപ്പം ഇതുണ്ട്. ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല, വണ്ടി തന്നെയാണ് ബ്രേക്ക് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊരു ഇപ്പോൾ കണ്ടോ, ഞാൻ കൈ പിടിച്ചിട്ടില്ല, അത് കാലിവിടെ ഇരിക്കുന്നു. ആ വണ്ടിയായിട്ട് നല്ല ഗ്യാപ്പായപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തുകൊണ്ട് വണ്ടി ഒരു ബീപ്പ് സൗണ്ട് കേട്ടു, സ്റ്റിയറിംഗിൽ പിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഈ കാർ ആയതുകൊണ്ടായിരിക്കാം നമുക്കൊരു പക്ഷേ അധികം ഒരു ഡിസ്റ്റർബൻസ് തോന്നാതിരുന്നത്. ഈ കാർ അല്ലെങ്കിലും നമ്മൾ ഈ ട്രിപ്പ് പോകും, പക്ഷേ എന്താ പറയുന്നത് കുറച്ചുകൂടി ഡ്രൈവിങ്ങിന് നമുക്കൊരു ഈസിനെസ് ഈ ഒരു കാർ ആയതുകൊണ്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വണ്ടിനെ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, കാലിതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുത്തെ നിങ്ങൾക്കറിയാലോ ഓട്ടോമാറ്റിക് കാറാണ്, ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വെറുതെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കാറ് കയറിയപ്പോൾ വീണ്ടും വണ്ടി ഓട്ടോമാറ്റിക്കലി വീണ്ടും ഒരു സേഫ് സ്പീഡിലേക്ക്, സേഫ് ഗ്യാപ്പിലേക്ക് വണ്ടി വന്നു. കണ്ടോ, ഞാൻ ആ സ്റ്റിയറിങ്ങിന് കൈയെടുത്തുകൊണ്ട് അത് വീണ്ടും ആ ഒരു അലാറം അടിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഇനി ആ വണ്ടി ഫ്രണ്ടിൽ നിന്ന് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്പീഡ് കൂടി കയറിപ്പോയിക്കോളും. യെസ്, അങ്ങനെ നമ്മൾ മിസൂറിയിലെ തന്നെ സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളിപ്പോഴും 44 ഫ്രീവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിസൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ സ്റ്റേറ്റ് ഇതിൻ്റെ ഒരു ഭംഗി ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു പഞ്ചാബി ധാബയോ, നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഷോപ്പ് ലെഫ്റ്റ് സൈഡിൽ കണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല. അതും ലെഫ്റ്റ് സൈഡിലായിരുന്നു. എന്നാലും തന്നെയല്ല ഇവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയൊരു വ്യത്യാസം തോന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ സെയിം പോലെ തോന്നും, പക്ഷെ എന്നാലും സെയിം അല്ല. നമുക്ക് നല്ല ഒരു റിയൽ ഒരു നമ്മുടെ നാടിൻ്റെ കുറച്ചുകൂടി ഒരു ഫീല് കിട്ടും എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ പോകുമ്പോൾ കണ്ണെത്താ ദൂരത്തോളാണല്ലോ സ്ട്രെയിറ്റ് റോഡ് കിടക്കുന്നത്. നമ്മൾ സൂം ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത്രയ്ക്കും ലോങ്ങിലാണ്. ഫൈനലി നമ്മളൊരു എക്സിറ്റിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട്. ആദ്യമായിട്ട് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വന്നതാട്ടോ, റസോയി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മിസൂരി. അപ്പോൾ ഇവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം, റെസ്റ്റ് എടുക്കാം. 2 മണിക്കൂറായി നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 167 മൈൽ നമ്മളിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടോ നമ്മളിവിടെ കണ്ടുപിടിച്ച്. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇനി അധികം ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫിറ്റ്നസ്സോടുകൂടി പോകണം. നമ്മൾ പോരുന്ന വഴിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇവിടെ നിന്നുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ലേഡീസ് ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ആൾ വന്നിട്ട്, അതായത് ലേഡീസിൻ്റെ ബാത്റൂം ക്ലീനിങ്ങിലായിരുന്നു. അപ്പോൾ വേറെ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വേറെ ലേഡീസ് വന്നിട്ട് ഈ ക്ലീൻ ചെയ്യുന്ന ആളെടുത്ത് ബാത്റൂം ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാത്റൂം അത് ലോക്കുണ്ട്, അതിന് ആ കോഡ് വെച്ചിട്ട് അയാൾ ഓപ്പൺ ചെയ്തു. അത് വളരെ മോശമായിപ്പോയി. ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ നമുക്കിവിടുത്തെ സാധാരണ എനിക്കിങ്ങനെ കുറ്റം പറയണത് ഇഷ്ടമല്ല, എന്നാലും നിങ്ങൾ വന്നിട്ട് ഇവിടെ എന്താ പറയുക, നമ്മളൊക്കെ
പറയണ വെച്ചിട്ട് കയറി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിക്കാൻ കുഴപ്പമില്ല, ഫുഡ് ഓക്കെയാണ്. അങ്ങനെ ഒരു നമ്മൾ ബിരിയാണി, നാന്, പൊറോട്ട ഇതൊക്കെയാണ് കഴിച്ചത്. എല്ലാം ഒന്നിനും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഐറ്റം സാധാരണ ഏത് റെസ്റ്റോറൻറ്റിലും നല്ലതായിരിക്കും. ഈവൻ കറികളൊന്നും പോരായിരുന്നു. സോ സോറി. ഫൈനലി നമ്മൾ ഒക്ലഹോമ സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ് മിസൂറിയിൽ നിന്നും. ഇപ്പോൾ നമുക്ക് പശുക്കളൊക്കെ ഇവിടെ നിന്ന് പുല്ല് മേയുന്ന കാണാം. ഡ്രൈവർ മാറിയിട്ടോ. ഇവിടെ മിസൂരിയുടെ ഏകദേശം ഒരു സെയിം ലുക്കാണ് ഒക്ലഹോമയിലേക്ക് വന്നപ്പോഴും. പക്ഷേ ഒക്ലഹോമ കുറച്ചുകൂടി ഒരു ഫോറസ്റ്റ് കുറവാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ നമുക്ക് ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. അത് കൂടാതെ ഒരുപാട് സ്ഥലത്തൂടെ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ കയറി അകത്തേക്ക് പോയാലാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റിൻ്റെയൊക്കെ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മളിങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അധികം എന്താ പറയുന്നത് ഒരു എന്താണ് ഈ ഒരു സിറ്റിയിൽ നിന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതുപോലെയുള്ള കുളങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുളങ്ങളൊക്കെ നമ്മൾ നയാഗ്ര വരെ പോകുന്ന വഴിയിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊന്ന് സൈഡിലിരിക്കാൻ പറ്റിയാലാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. ഒക്ലഹോമയിൽ ഇപ്പോൾ പശുക്കൾ ഒരുപാട് കാണുന്നുണ്ട്. വേറെ പല സ്ഥലത്തും നമ്മൾ നെബ്രസ്ക വഴി പോയപ്പോഴും പശുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതി വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പശുക്കൾ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പശുക്കളൊക്കെ ആണെങ്കിലും ഒക്ലഹോമയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. സൂണർ സ്റ്റേറ്റ് എന്നാണ് കേട്ടോ ഒക്ലഹോമ അറിയപ്പെടുന്നത്. ഒക്ലഹോമ സിറ്റിയാണ് ഒക്ലഹോമ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റല്. അതുപോലെ 4 മില്യൺ ആൾക്കാരാണ് ഈ ഒരു ഒക്ലഹോമ സ്റ്റേറ്റിലുള്ളത്. കൂടാതെ ഈ ഒരു പേര് വന്നത് റെഡ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു നെയിമിൽ നിന്നാണ് ഒക്ലഹോമ എന്ന് പറയുന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയിലെ വൺ ഓഫ് ദ ടോപ്പ് എനർജി പ്രൊഡ്യൂസേഴ്സാണ് ഒക്ലഹോമ സ്റ്റേറ്റ്. ടൊർണാഡോയൊക്കെ പോകുന്ന വഴിയിൽ ടൊർണാഡോ ആലിയിലാണ് ഈ ഒക്ലഹോമ സ്റ്റേറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ടൊർണാഡോ അനുഭവപ്പെടുന്ന ഉള്ള ഒരു ഏരിയ ആണ് ഒക്ലഹോമ. 200ഓളം മാൻമെയ്ഡ് തടാകങ്ങളുണ്ട് കേട്ടോ ഒക്ലഹോമയിൽ. ആദ്യം പറഞ്ഞത് കറക്റ്റാണ്. മിസൂറി പോലെയല്ല. മിസൂറി കുറച്ചുകൂടി ഫോറസ്റ്റ് എന്താ പറയുക, കുറച്ചുകൂടി കാടും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയാണ്. ഒക്ലഹോമ സെയിം ലൈക്ക് നമ്മുടെ നെബ്രസ്കയുടെയൊക്കെ വേറൊരു പതിപ്പായിട്ട് കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ട് നെബ്രസ്കയെ അപേക്ഷിച്ച്. നെബ്രസ്ക മോശം എന്നല്ല പറയുന്നത്, കുറച്ചുകൂടി ആ മിസൂരിയുടെ ചില ഒരു ഭംഗി ഒക്ലഹോമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തടാകങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ചെറിയ തടാകങ്ങളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു മാൻമെയ്ഡ് തടാകങ്ങളിൽ പെട്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ വരാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഒക്ലഹോമയിൽ ഒരു അകത്തേക്ക് കയറിയിട്ട് ഒരു 3 മൈൽ കയറിയിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് കുറവായിരുന്നു. റോഷനെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ നോക്കിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 0 ആയിരുന്നു. പക്ഷേ സിറ്റിയുടെ അടുത്താണ്, ചെറിയൊരു ടൗണിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്കിലും കുറച്ച് പോയാലും ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ റിസ്ക് എടുക്കാണ്ട് നമ്മൾ ഇവിടെ കയറി. ഞാൻ കാണിച്ചു തരാം. ലോക്കൽ ഏരിയ കേട്ടോ. ഇവിടെ ഗ്യാസിന് 272 ആണ് റേറ്റ് ഉള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ നാടൻ സ്ഥലം പോലെ ഇവിടെ മലയുടെ മുകളിൽ വീട് കേട്ടോ. ഒരു നാടൻ സ്റ്റൈലുണ്ട് കേട്ടോ മൊത്തത്തിൽ. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഒക്ലഹോമ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒക്ലഹോമ സിറ്റി അറിയാവുന്നവർ ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. വാവ്, ഒരു ബൈക്കുകാരൻ പോകുന്നു. അടിപൊളിയല്ലേ ബൈക്ക്.
3 വീലുള്ള ബൈക്ക് കേട്ടോ, ട്രൈക്ക് എന്നാണെന്നാണ് ഇതിന് പറയണത്. അപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ. ഇനി ഇതിൻ്റെ അകത്ത് മറ്റേ ബാക്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള വണ്ടികൾ നമ്മളിങ്ങനെ പോണ യാത്രയിൽ കണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള വണ്ടികൾ ഈ ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്നത് മുഴുവൻ പ്രായമായവരാണ് കേട്ടോ. ഇവിടെ നല്ല സ്പീഡിലാണ് വണ്ടിയൊക്കെ പോകുന്നത്. നല്ല കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതുവരെ ടോട്ടൽ 4000 മൈലായിട്ടോ. 4000 3931 മൈലായി ഇതുവരെ. നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വെച്ചതാണ്. ഒരു അടിപൊളി പുഴയാണ് കേട്ടോ, ഭയങ്കര വലുപ്പമാണ്. ഒക്ലഹോമയിലും അപ്പോൾ ഭയങ്കര വലിയൊരു പുഴയാണ്. ഫ്രീവേ 44 ഒരു വലിയ ഇത് റൂട്ട് 66 നമ്മൾ പോകുന്നത്. ഒക്ലഹോമ സിറ്റിയിലേക്ക് 1 hour 52 minutes ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഒക്ലഹോമ സിറ്റി അല്ല കേട്ടോ, ടുൾസ എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ, സോറി. അപ്പം ഇത് പഴയ റൂട്ട് 66 നമ്മളിപ്പോൾ പോകുന്നതെന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഈ റൂട്ട് ഫ്രീവേ 44 കൂടിയാണ് കേട്ടോ ഇത്. ഫ്രീവേ 44 ഒരു വലിയ ലോങ്ങസ്റ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നയാഗ്രയിലേക്ക് പോയപ്പോൾ ഫ്രീവേ 70, ഫ്രീവേ 80, ഫ്രീവേ 90 ഒക്കെ കടന്നാണ് പോയത്. ആ 3 വലിയ ഫ്രീവേകളായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ഫ്രീവേ ആണ് ഫ്രീവേ 44. ഇപ്പോൾ നമ്മൾ മിസൂറി മുതൽ ഏകദേശം ഈ ഒരു ഫ്രീവേയിലൂടെയാണ് വരുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു ദിവസത്തിന് മേളിലായി നമ്മൾ ഈ ഒരു ഫ്രീവേയിലൂടെ മാത്രം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഒക്ലഹോമ സിറ്റിയുടെ അടുത്തേക്ക് എത്താറായിട്ടോ. അപ്പോഴേക്കും നമ്മളൊരു വേറൊരു ഡീവിയേഷൻ എടുത്ത് പോവാണ്. ഡൗൺ ടൗൺ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം വേറൊരു ഫ്രീവേയിലേക്ക്, ഫ്രീവേ 15 മെർജാവാൻ പോവാണ് ഇപ്പോൾ. ഫ്രീവേ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിഫോർണിയയിൽ വരെ വരുന്ന ഫ്രീവേ ഉണ്ടോ, ഫ്രീവേ 15. ഫ്രീവേ 15 1200 മൈല് ഇനിയുണ്ട് കേട്ടോ. നമ്മുടെ ലോസ് ആഞ്ചലസ് കൗണ്ടി കഴിഞ്ഞിട്ടുള്ള സാൻ ബെർണാർഡിനോ കൗണ്ടിയിൽ വഴി പോകുന്ന ഒരു ഫ്രീവേ ആണിത്. നമ്മളവിടെ നിന്ന് ഡെത്ത് വാലി ഒക്കെ പോകുന്നത് ഈ ഒരു ഫ്രീവേ വഴിയാണ്. അപ്പം ഇനി നമുക്ക് ഈ ഫ്രീവേ കീപ്പ് ചെയ്ത് പോയാൽ മതി. അതിനിപ്പോൾ റോഡ് ചേഞ്ച് ആവുമെന്നറിയില്ല, നോക്കാം. നമ്മളിപ്പോൾ ഒക്ലഹോമ സിറ്റിയിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്ലഹോമയിലെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്കിനി 1285 മൈലുണ്ട് കേട്ടോ ലോസ് ആഞ്ചലസിലേക്ക്. ഈ ഫ്രീവേ 1185 മൈലുണ്ട്. ഏകദേശം നമ്മൾ ആദ്യം നോക്കുമ്പോൾ 1200 മൈലുണ്ടായിരുന്നു. അപ്പോൾ 1200 മൈൽ ഈ ഫ്രീവേ എന്ന് പറയുമ്പോൾ ഏകദേശം 2000 കിലോമീറ്ററിൻ്റെ അടുത്തായി. ഈ ഒരൊറ്റ റോഡ് ഇങ്ങനെ 2000 കിലോമീറ്ററോളം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണല്ലേ, ഇത്രയും നേരം നമ്മൾ എത്രയോ ഫ്രീവേകളിൽ കയറിയാണ് വന്നത്. അപ്പോൾ എത്ര കിലോമീറ്ററാണ് ടോട്ടൽ US-ൻ്റെ ആ ഒരു വലിപ്പം. നമ്മളിപ്പോൾ ഓൾറെഡി ഒക്ലഹോമ കഴിഞ്ഞ് ടെക്സാസിലേക്ക് എത്താറായി. ഇവിടെ നിന്നുള്ളൊരു ഫ്രീവേയുടെ ഡിസ്റ്റൻസാണ് നമ്മൾ പറയുന്നത്. ഇത് നോക്കി ആകാശം കിടക്കുന്ന കിടപ്പ് ഒരു വല്ലാത്തൊരു സംഭവമാണ്. ആകാശം ഭൂമിയിൽ മുട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് അല്ലേ. നമ്മൾ എക്സിറ്റ് 108 എടുക്കുവാണ് കേട്ടോ. ഇവിടെ ചെറോക്കി ഇന്ത്യൻ പോസ്റ്റ് ദിസ് എക്സിറ്റ്. കുറേ ചെറോക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ സംഭവങ്ങൾ കാണട്ടെ. ഇവിടെ ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത്, ചെറോക്കി ട്രേഡിംഗ് പോസ്റ്റ് ഇതല്ലേ. ഈ കാണുന്ന ഷോപ്പ് അതിൻ്റെ എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഷോപ്പ്. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കടകൾ അന്വേഷിച്ച് തന്നെ പോയിട്ടുണ്ട് പണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ റിസ്വാന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്നായിരുന്നു. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഓൺ ദ ഗോയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കയറി നോക്കാം.
ഇവിടെ KOA ക്യാമ്പ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറോക്കി റെസ്റ്റോറൻറ്റ് കാണാം. ചെറോക്കി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് യഥാർത്ഥ അവസ്ഥ നമുക്ക് കയറിയിട്ട് നോക്കാം. ഓക്കെ, നല്ലൊരു എന്താ പറയുന്നത് ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മൾ കണ്ടില്ലേ ആകാശം ഇങ്ങനെ ഭൂമിയുടെ താഴേക്ക് ഇങ്ങനെ പോയേക്കുന്ന പോലെയാണ് നേരിട്ട് കാണുമ്പോൾ നമുക്കിവിടെ തോന്നുന്നത്. അവിടെ ഭൂമി തീർന്നിട്ട് കവർ ചെയ്ത് പൊതിഞ്ഞു വെച്ചേക്കുന്ന പോലെ. അവിടെ മുതലിങ്ങനെ നോക്കിയാൽ അറ്റം കാണാം. അതായത് ഇപ്പോൾ ഈ ബിൽഡിങ്ങില്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റേ ഒരു ക്യാമറ ഉണ്ടല്ലോ, ഭൂമിയൊക്കെ ഇങ്ങനെ ഉരുണ്ട് ടൈപ്പ് കാണുന്ന ടൈപ്പ് DJ ഓസ്മോ അല്ല എന്താണേലും. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റിയ ഒരു പക്ഷേ ഇതുണ്ടല്ലേ, എന്താ രസം. രണ്ടുപേരും തോളത്ത് കൈ ഇടിപ്പിച്ചേക്കോട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, എനിക്ക് നടക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇതാണ് കേട്ടോ ചെറോക്കി ട്രേഡിംഗ് പോസ്റ്റ്. നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ റെസ്റ്റ് ഏരിയയിലുള്ള പോലത്തെ ജസ്റ്റ് നിർത്തുന്ന കടയാണ്. ചെറോക്കി റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാം. നമ്മളൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു അത്ഭുതം പോലെ തോന്നുകയാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഒക്ലഹോമയുടെ സ്റ്റേറ്റ് ആനിമലാണ് കേട്ടോ നിൽക്കുന്നത്. വേറൊരു ഒക്ലഹോമ കുട്ടനവിടെ നിൽപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇതിനെ. നമ്മുടെ കാട്ടുപോത്തിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഭംഗി നമ്മുടെ കാട്ടുപോത്തിനെ കാണാനായിട്ട്, എന്താ രസമല്ലേ. ഇങ്ങനെ ഒക്ലഹോമയുടെ സ്റ്റേറ്റ് ആനിമലിൻ്റെ അടുത്തെത്തി. പിന്നെ നമുക്ക് ജീവനോടെ കാണാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം അവിടെ പോകണം. കൊമ്പൊക്കെ ഒറിജിനൽ കൊമ്പ് പോലെയുള്ള ഒരു ഒറിജിനൽ ഉണ്ടാകുന്നുണ്ട്. യെസ്, ഇതിൻ്റെ അടുത്ത് ജീവനുള്ള ബഫല്ലോ ഉണ്ട് കേട്ടോ. വാ വാ കമോൺ, അല്ല വാ. പക്ഷെ എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ചത് പ്രതിമ വച്ചിരിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒറിജിനൽ, അതിൻ്റെ വാലരങ്ങനുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്. അല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ ഇത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലൊക്കെ പോയാലാണ് ഇതിനെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ജന്മസ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനെ വിൽക്കാനുണ്ടെന്നുള്ള ബോർഡാണെന്ന് തോന്നുന്നു. നമ്മൾ പോരുന്ന വഴിക്ക് വേറെ കണ്ടായിരുന്നു കേട്ടോ. ഇത് ഒക്ലഹോമയിൽ ഒരുപാട് ഒരു ആർട്ടിഫിഷ്യൽ, അതായത് മാൻമെയ്ഡ് ലേക്സ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായിട്ടായി കാണുന്നത്. ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. എന്താ ഇതൊക്കെ എന്തൊരു ഭംഗിയെ കാണാൻ. അവർ സ്റ്റേറ്റ് ആനിമൽ കർട്ടസി ഓഫ് ഒക്ലഹോമ ചെറോക്കി ട്രേഡിംഗ് പോസ്റ്റ്. എൻ്റെ പൊന്നെ, അതിൻ്റെ മുഖമൊക്കെ നോക്കിയല്ലേ. എന്ത് രസാണ്. അതിൻ്റെ തല മുതൽ കാല് വരെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തിന് മേളിലേക്ക് ഫുള്ള് രോമങ്ങളാണ് കേട്ടോ. വേറെ എന്തൊരു കളി നടക്കും കേട്ടോ. ചെറോക്കി ഐഷ ചെറോക്കി കുട്ടി ആയിക്കോട്ടെ. നല്ല രസമുണ്ട്. ഐഷ ചെറോക്കി കുട്ടിയായി കറക്റ്റ്. ഇതാ ഇതിൽ നോക്കിയേ മുച്ചി, ഇതിൽ നോക്കി. ശരിക്കും ചെറോക്കി പോലെ ഉണ്ടത്. ഇത് നോക്കിയടി, ഇത് നോക്കിയേ. ഓക്കെ, ആ എല്ലാരും എടുത്തു. ആ വെച്ച് ചെറോക്കി. നിങ്ങളുടെ ഒന്നും താല്പര്യമില്ല കേട്ടോ കാണാനായിട്ട്. ഞാൻ ഇതിനെ അടുത്ത് നേരിട്ട് കാണാൻ പോകണം. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതിനെ കാണണം എന്നുള്ളത്. ഇവിടെ 2 ഉണ്ട്, 2. മോന് വാടാ. അപ്പം എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് താടിയുണ്ട് കേട്ടോ. അയ്യോ, മനുഷ്യന്മാരെ പോലെ താടിയുണ്ട്. എൻ്റെ പൊന്നെ, ഭയങ്കര ഫണ്ണ്. ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ, ഭയങ്കര സൈസും. മനുഷ്യന്മാരെ പോലെ താടിയുണ്ട് കേട്ടോ അതിന്. നമ്മുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അവൻ്റെ കണ്ണിരിക്കുന്ന ഭാഗം നോക്കി, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പല ജീവികളുടെ ഒരു മിക്സ് പോലെയാണ് ശരിക്കും പറയാൻ കാണുന്നത്. പിന്നെ അതിൻ്റെ ശരീരത്തിലെ രോമം കണ്ടോ, ചെമ്മരിയാടിൻ്റെ രോമം പോലത്തെ രോമം. ഇവിടെ മറ്റേ തണുപ്പുള്ള സ്ഥലമാണല്ലോ. ഞാനിങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ, കൊതിയോടുകൂടി. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതിനെ നേരിട്ട് കാണണം എന്നുള്ളത്. ഓ,
ചെറോക്കി പോസ്റ്റ് ഉണ്ടോ മോന് ബഫല്ലോ ആകാൻ പോട്ടെ. ആ പുറത്തേക്ക് ഇട്ടതല്ല, അങ്ങനല്ല, മുഖം മാത്രം ഇട്ടാതെ. ഓ മുഖം മാത്രം ഇട്ടാതെ. കുറച്ചുകൂടെ കറക്റ്റ് അതിൻ്റെ ആ ഫേസ് അവിടേക്ക്. ആ കുറച്ചുകൂടെ വരട്ടെ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരട്ടെ. യെസ്, ഇപ്പം കറക്റ്റായി. ഇപ്പം ബഫല്ലോ കുട്ടനായി. ഓക്കേ, നിങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഇറങ്ങിക്കോട്ടോ, വർത്തിട്ടാണ്. ആകാശം നിൽക്കുന്നുണ്ടോ, പടം വരച്ച പോലെ ഉണ്ടല്ലേ. 15 ഫ്രീ വേലാണ്. നമ്മളിപ്പോൾ ഷോപ്പിലേക്ക് കയറാൻ പോകണം കേട്ടോ. ചെറോക്കി ഐറ്റംസ് വിൽക്കുന്ന കടയാണെന്ന് പറയപ്പെടുന്നു. ഓ ഇതിപ്പോൾ ചെറോക്കി ഡിസൈനിലുള്ള ഇതൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻ്റെ അതായത് കൊമ്പുകളൊക്കെ വിൽക്കാൻ വെച്ചാണോ. ഓ അതേട്ടോ $160. ഓ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടോ. ഇതായി കൊമ്പുകളൊക്കെ വിൽക്കാനുള്ള കേട്ടോ, നല്ല അടിപൊളി കൊമ്പുകളെ. ഇത് $370. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്രിസ്മസ് കാർഡ് അസോർട്ട്മെൻറ്റ്. ഇത് ചെറോക്കി കത്തികൾ, ബെൽറ്റ്സ് ആൻഡ് വാൾസ്. ചെറോക്കി ഡിസൈനിലുള്ള ബെൽറ്റുകൾ, വാലറ്റുകൾ കേട്ടത് മുത്ത് വച്ച് വേണത് പോലെ ഉണ്ട്. ബെൽറ്റുകൾ, മാല, ഇതൊക്കെ സാധാ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഒക്ലഹോമ, റൂട്ട് 66, ഇതൊക്കെ സാധാരണ നമ്മൾ ഷോപ്പിൽ കാണുന്ന പോലത്തെ ഉള്ള ഐറ്റംസ്. ഓ മാനിൻ്റെ കൊമ്പ് കൊണ്ടുള്ള കത്തികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുതിരയുടെ ബെൽറ്റുകളാണെന്ന് തോന്നുന്നല്ലേ. ഇതൊക്കെ നല്ല അടിപൊളി ലെതർ ക്യാപ്പുകൾ കേട്ടോ. വാ, ഇതാ ക്വാളിറ്റി. $59 ഉള്ളൂ. സൂപ്പർ ക്വാളിറ്റി കേട്ടോ, രക്ഷയില്ല. ചെറോക്കി ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ കാണാം കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ട്രൈബ്സ് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. ഇതൊക്കെ ഇവരുണ്ടാക്കിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ സാധനം ശരി കേട്ടോ. ഇത് ചെറോക്കി ഹാൻഡ് മെയ്ഡ് ബാസ്ക്കറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, $50 കേട്ടോ. ഓ മൈ ഗാഡ്, ഭയങ്കര ഒരു അടിപൊളി സെക്ഷനാണ് കേട്ടോ. തടി കൊണ്ട്, റിയൽ തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാ, ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു സിംഗിൾ തടിയുടെ പീസിൽ നിന്നും ഓരോന്ന്. ജ്വല്ലറി ബോക്സ്, പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബോക്സ്. അതുപോലെ കുറേ തടി കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതല്ല, ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടിയിട്ടോ. നമ്മുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ പേര് ആദമെന്നും ഒമർന്നും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒക്ലഹോമയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് അവർക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തെളി ഫ്ലിപ്പായിട്ട് ആദം ഒമർ. യേസ്. അപ്പം ആദമിനും ഒമറൂസിനും യേസ്. ഇന്ന് നമ്മുടെ അടുത്ത ആൾ റിസ്വാനുള്ളൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. I think he can use that also. This is the perfect place കേട്ടോ. ഇതിൻ്റെ നല്ല ഒരു ട്രഡീഷണൽ അമേരിക്കൻ ഇന്ത്യൻ്റെ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ അല്ലാത്തതും ഉള്ള ഷോപ്പാണ്. യെസ്. പിന്നെ വില്ല് പോലത്തെ വില്ലൊക്കെ ഇരിക്കുന്നുണ്ട്. വില്ല്, അതും കൊള്ളാം. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വില വരുന്നുണ്ട്. ഈ ട്രൈബ്സ് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിസ്വാന് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചു. റോഷനിയുടെ ബ്രദറാണ് റിസ്വാൻ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അവന് അത്യാവശ്യം ഒരു മ്യൂസിക്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. യെസ്, ഫൈനലി റോഷനി ഒരെണ്ണം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ട്രൈബ് ഉണ്ടാക്കിയതല്ലേ. ഡാൻസ് റാറ്റിലാണ് ഇത്. ഇതുണ്ടാക്കിയത് സെഡേലിയ ബീവർ, നവാജോ ട്രൈബിലത്തെ ആളാണ്. അതെ, നവാജോ ട്രൈബ്. നവാജോ ട്രൈബിലത്തെ ആളുണ്ടാക്കിയതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്.
യെസ്, അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഷോപ്പിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ഈ ഏരിയ ഇതിൻ്റെ ആയതുകൊണ്ട് ഇവിടെ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാം. നമ്മളെ കണ്ട പുറമേ നിന്ന് കണ്ട ഒരു സ്ട്രക്ചറായിട്ടൊക്കെ കാണുന്നത്. ഇവിടെ വേറെ ഒരു ബഫല്ലോ കുട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. 9:30 ആയപ്പോഴാണ് ഇപ്പോഴാണ് സൂര്യൻ അസ്തമിച്ച് തുടങ്ങുന്നത് കേട്ടോ. നമ്മളിപ്പോഴും ഒക്ലഹോമ തന്നെയാണ്. ഹൈഡ്രോ എന്ന് പറയുന്ന സിറ്റിയാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ചെറോക്കി ഷോപ്പിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് അധികം ആയില്ല കേട്ടോ. ഒരു കാര്യം കൂടെ പറയാൻ, നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഉടനെ തന്നെ ആ ഒരു ഭൂപ്രകൃതി ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി. ഒരു നിരപ്പായൊരു സ്ഥലം പോലെയൊക്കെ കുറച്ചായി തുടങ്ങി. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. പക്ഷെ എന്നാലും കുറച്ച് ചെറിയൊരു മാറ്റം പോലെ നമുക്ക് തോന്നുന്നുണ്ട് ദൂരേക്കൊക്കെ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ടെക്സാസ് എത്തുമ്പോൾ കുറച്ചുകൂടിയും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ ആണോ ഈ വഴി കൂടെ പോകുമ്പോൾ എന്ന് സംശയമുണ്ട്. സദേൺ സൈഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ഈ സൈഡിൽ എങ്ങനെയാണെന്നുള്ളത് സംശയമുണ്ട്. പക്ഷെ എന്നാലും ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലും കുറച്ച് മരങ്ങൾ ചില ഏരിയയിൽ ഭയങ്കര കുറവായിട്ടും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ക്ലിൻറ്റൺ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റിയാണെന്ന് തോന്നുന്നു. ഒക്ലഹോമ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഭൂപ്രകൃതി മാറി, മരങ്ങളൊക്കെ കുറഞ്ഞു. ഇടയ്ക്ക് ഓരോ മരങ്ങളൊക്കെ ഉള്ളു. നമ്മുടെ കാലിഫോർണിയയിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഡെസേർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പോലെയുള്ള ഒരു ഭൂപ്രകൃതി പോലെ ആയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഫുള്ള് ഒരു പക്ഷേ മരുഭൂമി പോലത്തെ ഏരിയയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടോ? വാട്ടർ ടാങ്ക് ആയിരിക്കും കേട്ടോ. എല്ലാ സിറ്റിയിലും ജനവാസമുള്ള മേഖലയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ നയാഗ്ര വരെ, ന്യൂയോർക്ക് വരെ പോകുമ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ. പക്ഷെ കാലിഫോർണിയയിൽ നമ്മൾ ഈ സംഭവം കണ്ടിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ക്ലിൻറ്റൺ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടെക്സാസ് ആവാറായിട്ടുണ്ട്. ഫൈനലി നമ്മൾ അടുത്ത ലവ്സിൽ സ്റ്റോപ്പ് ചെയ്യാണ്. സമയം ഇപ്പോൾ അതിൽ കാണിക്കുന്ന സമയം നോക്കണ്ട, അത് 8 മണിയാണ് സമയം. ആക്ച്വൽ സമയം 10 മണിയായി. മൊബൈലിൽ കണക്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ നമ്മുടെ കറക്റ്റ് സമയം കാണിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കണോ, ബാക്കിയുള്ള ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാപ്പ് നമുക്ക് അറിയാം ഏകദേശം. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒരു തണ്ടർ സ്റ്റോം ഒരു വാർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ട് നമ്മളിനി ഇവിടുന്ന് പോവുള്ളൂ. ഇത് എൽക്ക് സിറ്റിയാണ് കേട്ടോ, ഒക്ലഹോമയിലെ. ഇനിയിപ്പോൾ ഇതോടുകൂടി മിക്കവാറും നമ്മുടെ ഒക്ലഹോമ സ്റ്റേറ്റ് കഴിയുമായിരിക്കും. ഒത്തിരി വലിയ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തു കേട്ടോ ഒക്ലഹോമയിൽ. അതുപോലെ തന്നെ നമ്മുടെ മിസൂരിയും ഇതുപോലെ തന്നെ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ മിസൂറിയിൽ പകുതി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഒക്ലഹോമ കവർ ചെയ്തു, ടെക്സാസിലേക്ക് കയറും. അത് നല്ല ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തെങ്കിലും ഒരുപാട് ഏരിയകൾ നമുക്ക് പോകാനായിട്ടുണ്ട്. നമ്മൾ ലവ്സിൻ്റെ ഗ്യാസ് സ്റ്റേഷനിൽ തന്നെയാണ്. ഈശ ഹായ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വാങ്ങിയ ഫുഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വേറെ ഫുഡ് വാങ്ങി. പിന്നെ നമ്മുടെ കയ്യിൽ വണ്ടിയിൽ കുറച്ച് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാവിഷായിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 500-550 മൈൽ ഓടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1200 മൈൽ ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടെക്സാസ് ബോർഡറിലേക്ക് ഒരു 40 മൈൽ, ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ വേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ മെക്സിക്കോയിലെത്തും. ന്യൂ മെക്സിക്കോയിൽ ഒരു 375 മൈൽ എടുത്താലാണ് അത് ക്രോസ് ചെയ്യുള്ളൂ. നമ്മൾ വട്ടം ക്രോസ് ചെയ്യാണ് ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ്. ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അരിസോണ സ്റ്റേറ്റ് വരും. അരിസോണ സ്റ്റേറ്റ് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഏകദേശം ഒരു 370 മൈൽ വേണം ക്രോസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ 370 മൈൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ നിർത്താതെ ഓടിച്ചു കഴിഞ്ഞാൽ 5.5 മണിക്കൂർ വെച്ച് വേണം. അപ്പോൾ ഏകദേശം നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു 1200 മൈൽ ഇനി ഓടിയാലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. പിന്നെ നമുക്ക് അരിസോണയിൽ നിന്ന് വീണ്ടും നമുക്ക് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 300 മൈലിൻ്റെ താഴെ വണ്ടി ഓടിക്കണം. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 1200 മൈൽ വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മൾ ഇനി വീട്ടിലേക്ക് എത്തുള്ളൂ.
അപ്പം നോക്കുമ്പോൾ നമ്മൾ 1200 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 2 ദിവസം വേണം. ഒരു 600 മൈൽ കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 2 ദിവസം വേണ്ടി വരും നമുക്ക്. മിക്കവാറും തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി നമ്മൾ എത്താൻ സാധ്യതയുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച എന്താണെങ്കിലും എത്തിയേ പറ്റുള്ളൂ. കാരണം 10 ദിവസമാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം വണ്ടിയിൽ കിടന്നുറങ്ങിയതിന് ശേഷം നമ്മൾ ഒന്ന് മാറി ഓടിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. ആ ഒരു ടൈം കുറയ്ക്കാനായിട്ട്, അറ്റ്ലീസ്റ്റ് തിങ്കളാഴ്ച രാവിലെയെങ്കിലും എത്താനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഏകദേശം മിസൂറിയുടെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒക്ലഹോമ എൻഡ് ചെയ്ത് ടെക്സാസിലേക്ക് കയറി എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ട്രൈബ്സിൻ്റെ ആ ഒരു അമേരിക്കൻ ഇന്ത്യൻ ആ ഒരു ഷോപ്പിലൊക്കെ കയറിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് അമേരിക്കൻ ബൈസൺ കാണാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. നമുക്കൊന്നും കാണാനുള്ള ഒരു സെക്കൻഡ് പോലും നമുക്കില്ലാത്തൊരു കണ്ടീഷനാണ്. നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരുമ്പോൾ എന്നാണ് ചെറിയൊരു സംശയം. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണില്ല. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റേറ്റ്സ് മാറാനായിട്ട് ഒരു 50 മൈൽ എക്സ്ട്രാ ഉള്ള റൂട്ടാണ് എടുത്തത്. കാരണം തിരിച്ച് സെയിം റൂട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തുകൊണ്ടോ സമയം ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അത് എന്താ റീസൺ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് പോയ അതേ പാറ്റേണാണ് നമ്മൾ ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വന്നതിൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മിസൂറി സ്റ്റേറ്റും അതുപോലെ തന്നെ ഒക്ലഹോമ സ്റ്റേറ്റും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. മിസൂറിയൊക്കെ നല്ല ഇഷ്ടമായി. ഒക്ലഹോമയിൽ കുറച്ചുകൂടി നമ്മുടെ നാടിൻ്റെ പശുക്കൾ, അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളും ഈ പുല്ലും പച്ചപ്പും ഒക്കെയുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ കൂടെയും പശുവും എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അധികം പശുക്കളെയൊക്കെ നമ്മുടെ ഈ ഒക്ലഹോമയിൽ കണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടിയും ഒരു നാടൻ രീതിയുണ്ട്. അങ്ങനെ ഈ 2 സ്റ്റേറ്റുകൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് മയങ്ങാനുള്ളൊരു സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ പുതിയ വീഡിയോയിൽ കാണാം. നാളെ ആകുമ്പോൾ 10 ദിവസമാവും. അപ്പോൾ ഇന്നത്തെ 9 ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.